ഹായ് എല്ലാവർക്കും ACIT സമഗ്രയിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ ബേസിക് ജിയോഗ്രഫി നമ്മൾ പഠിക്കുന്നത്. കേരളത്തിലെ ചുരങ്ങൾ, പർവ്വതങ്ങൾക്ക് കുറുകെയുള്ള പ്രകൃതിദത്ത മലമ്പാതകളാണ് ചുരങ്ങൾ. പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം എത്ര ചുരങ്ങളുള്ളത്? 16 ചുരങ്ങളാണ് പശ്ചിമഘട്ടത്തിലുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ്? അത് പാലക്കാട് ചുരമാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരവും പാലക്കാട് ചുരമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാടാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണ്. കേരളത്തിന്റെ കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാണ്? അത് പാലക്കാട് ചുരമാണ് കേരളത്തിന്റെ കവാടം എന്നറിയപ്പെടുന്നത്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ ചുരം പാലക്കാട് ചുരമാണ്. ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം തന്നെ, എന്നാൽ ഏറ്റവും ഉയരം കുറഞ്ഞ ചുരം പാലക്കാട് ചുരമാണ്. പാലക്കാട് ചുരത്തിന്റെ ശരാശരി വീതി എത്രയാണെന്നറിയോ? അത് 30 to 40 കിലോമീറ്റർ ആണ്. പാലക്കാട് ചുരത്തിന്റെ ശരാശരി വീതി 30 to 40 കിലോമീറ്റർ ആണ്. നീലഗിരി കുന്നുകൾക്കും ആനമലക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചുരമാണ് പാലക്കാട് ചുരം. പാലക്കാട് ചുരം സ്ഥിതി ചെയ്യുന്നത് ഏതിന്റെയൊക്കെ ഇടയിലാണ്? നീലഗിരി കുന്നുകൾക്കും ആനമലക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചുരമാണ് പാലക്കാട് ചുരമാണ്. NH 544 കടന്നു പോകുന്ന ചുരമാണ് പാലക്കാട് ചുരം. NH 544 കടന്നു പോകുന്ന ചുരം ഏതാണ്? പാലക്കാട് ചുരമാണ്. കേരളത്തിൽ നിന്ന് തെക്ക് പടിഞ്ഞാറ് മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കടത്തിവിടുന്നത് പാലക്കാട് ചുരമാണ്. കേരളത്തിൽ നിന്നുള്ള തെക്ക് പടിഞ്ഞാറ് മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കടത്തിവിടുന്നത് പാലക്കാട് ചുരമാണ്. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാ? പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഭാരതപ്പുഴ. വയനാടിന്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരമാണ് ഏത് ചുരം? അത് താമരശ്ശേരി ചുരം അല്ലെങ്കിൽ വയനാട് ചുരമാണ്. വയനാടിന്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരമാണ് താമരശ്ശേരി ചുരമാണ്. താമരശ്ശേരി ചുരം നിർമ്മിക്കുന്നതിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ച ആദിവാസിയുടെ പേരെന്താ അറിയോ? അത് കരിന്തണ്ടനാണ്. താമരശ്ശേരി ചുരം നിർമ്മിക്കുന്നതിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ച ആദിവാസിയാണ് കരിന്തണ്ടനാണ്. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ് വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട് ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ചുരമാണ് ആലുവാമൂഴി ചുരം. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ചുരം ഏതാണ്? ആലുവാമൂഴി ചുരമാണ്. ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിന് അടുത്തുള്ള ചുരം ഏതാ? അത് പേരമ്പാടി ചുരമാണ്. ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിന് അടുത്തുള്ള ചുരമാണ് പേരമ്പാടി ചുരമാണ്. ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏത് ദേശീയപാതയാണ്? NH 85 or NH 49 കേട്ടോ. ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 85 or NH 49 ആണ്. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാ? NH 744 or NH 208 ആണ്. ആര്യങ്കാവ് ചുരത്തിലൂടെ നടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 744 ആണ്. നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ജില്ലയിലാണ് നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്നത്? അത് മലപ്പുറം ജില്ലയിലാണ് നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH 85 അല്ലെങ്കിൽ 49.